എന്താ എല്ലാവരും ഉണ്ടല്ലോ? പറ, ഞാൻ ഇനി എന്താ വേണ്ടത്? അത് കുഞ്ഞളിയൻ പറയും. പറ. ഞാനെല്ലാം പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്. പറ അണ്ണാ. അല്ല മോളെ ഒന്ന് പറഞ്ഞു. അതായത് ചേച്ചി, ഞങ്ങളുടെ ഒരു കിടില ഐഡിയ ഉണ്ട്. എന്താണ് ഐഡിയ? ഞങ്ങളുടെ ആണേ. അല്ല, ഞാനാണ് പറഞ്ഞത്. പറ. ഹോം സ്റ്റേ. ഹോം സ്റ്റേയാ? ഞങ്ങളുടെ വീടിന്റെ ഏറ്റവും മുകളിലെ നിലയില് ഒരു റൂം ഒഴിഞ്ഞടപ്പുണ്ട്. അവിടെ നമ്മൾ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഹോം സ്റ്റേ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ആളാണ് ചേച്ചി. പേയിങ് ഗസ്റ്റ് ഞാൻ നടപടിയാവില്ല. അണ്ണാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂടാ അണ്ണാ. തോന്നുന്നു അതായത് പിന്നെ ശ്രീകു, അതായത് ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റാണ്. അതിനുശേഷം ഈ താൽക്കാലികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് മാറി പെർമനന്റ് ആവും. ശരി, എന്റെ മാക്കും അണ്ണന് വേണ്ടി ഈ താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റിനായി ഞാൻ ജോലിക്കാരിയോ പേയിങ് ഗസ്റ്റോ ആയിട്ടോ എങ്ങനെ വേണേലും നിക്കാം. പക്ഷേ ഇത് താൽക്കാലികമാണ്. ഇത് സ്ഥിരമായിട്ട് തുടർന്നുകൊണ്ട് പോവാനാണ് ഭാവമെങ്കില് നിങ്ങളുടെ കൂമ്പിടിച്ച് ഞാൻ വാട്ടുകയും ചെയ്യും, ജയിലിൽ കൊണ്ട് ഇടുകയും ചെയ്യും. അല്ല, അത് ശ്രീകു, നീ എന്തോ ഇടയ്ക്കിടയ്ക്ക് ലോക്കപ്പിലാക്കും, ജയിലിലിടും എന്നൊക്കെ പറയുന്നത്? അത് പിന്നെ ഒരു പേടി ഉണ്ടായിരിക്കുന്ന നല്ലതാണല്ലോ. മോളെ, മാമിയെ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇത് മാമൻ, ഇത് മാമി. എന്റെ പൊന്നു മാമി, മാമൻ പറയണ പോലെ കേക്കണം പ്ലീസ്. കേട്ടോ? മോള് പറഞ്ഞത് കൊണ്ട് അണ്ണാ വേണോ? ശരി, ഞാൻ തൽക്കാലത്തേക്ക് കേക്കാം. എന്നാ ഒരു കാര്യം പറയാം, നമുക്ക് അകത്തോട്ട് പോവാം. അണ്ണ വരണ്ട, അണ്ണ അവിടെ ഒന്ന് ഓവറാക്ട് ചെയ്ത് കുളമാക്കും. ഇത് നമ്മള് പോയി ചെയ്തോളാം അല്ലേ? അതെ. ചേച്ചി വലത് കാലം വെച്ച് കയറട്ടെ അണ്ണാ. എന്റെ വലതുകാലും ഇടതുകാലും ഇല്ലാതാക്കും. നമസ്കാരം. ഞാനാണ് പുതിയ ഗസ്റ്റ്. എന്റെ പേരെന്താ? ശ്രീകുട്ടി. ഞാൻ രവീന്ദ്രനാണ്. എനിക്കറിയാം, ബാങ്കിലല്ലേ വർക്ക് ചെയ്യുന്നത്. എനിക്കെല്ലാം അറിയാം. ശ്രീകുട്ടി. മണിക്കുട്ടി. അറിയാം. അതങ്ങനെ കുടിക്കും. അയ്യോ, താങ്ക് യു. ശ്രീകുട്ടി എന്ത് ചെയ്യുന്നു? അതൊക്കെ വഴിയെ നമുക്ക് സംസാരിക്കല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യൂ, മോളിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. റൂമേ മോളില. പിങ്കി ഒന്ന് കാണിച്ചു കൊടുക്കോ. രാമ, സത്യത്തിലേ നമ്മുടെ ഗസ്റ്റ് നല്ല ഐശ്വര്യമുള്ള കൊച്ചല്ലേ? ഐശ്വര്യ കൊച്ചല്ലേ? ഒരു ചിരിയാണ്, ഇങ്ങനെ മറ്റേ 500 വോൾട്ട് ബൾബ് കത്തിച്ച് വെച്ച പോലെയാണ്. ഒന്നും മണി നീ ഇങ്ങനെ നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടൊന്നും ഇവിടെ നിട്ടിട്ട് ഇതിനെ. നല്ല ചേച്ചി. നല്ല ചേച്ചിക്ക് തന്നെ. എനിക്കെന്തോ ബോധിച്ചില്ല കേട്ടോ. ഇതിപ്പം ചക്കിന് വെച്ചത് കൊക്കിൽ കൊള്ളു. എന്തേലും പറഞ്ഞോ? കൊക്ക എന്തോ പറഞ്ഞില്ലേ? ആരും പക്ഷെ കൊക്കെന്ന് പറഞ്ഞു. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.